ഡോക്ടർ ജോസഫ് മർഫിയുടെ ടെലിസൈക്കിക്സ് ടാപ്പിംഗ് യുവർ ഹിഡൻ സബ് കോൺഷ്യസ് പവർ എന്ന ബുക്കിലെ ചാപ്റ്റർ 1 കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു മാജിക് പവർ ഉണ്ട്. അതിനെ ടെലിസൈക്കിക്സ് എന്ന് വിളിക്കുന്നു. ഈ കൈപ്പത്തിക്ക് പിന്നിൽ നിന്ന് മുയലിനെ പുറത്തെടുക്കുന്ന മാജിക് അല്ല, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന നിങ്ങളുടെ മനസ്സിനുള്ളിലെ അനന്തമായ ശക്തിയാണത്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ആ ശക്തിയെ എങ്ങനെ ഉണർത്താം, എങ്ങനെ ഉപയോഗിക്കാം എന്നാണ്. ഈ മാജിക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന വെറും ട്രിക്കുകളാണ്, കൈകൊണ്ടുള്ള പ്രയോഗങ്ങൾ, മായാജാലങ്ങൾ. പക്ഷെ യഥാർത്ഥ മാജിക് എന്നാൽ ആഗ്രഹിച്ച ഫലം ഉണ്ടാക്കാൻ വേണ്ട വിവിധ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്ന കലയാണ്. ഡോക്ടർ മർഫി പറയുന്നത് മാജിക് എന്നത് അജ്ഞാതമായ ശക്തികളാൽ ഉണ്ടാകുന്ന ഫലമാണ് എന്നാണ് പലരും കരുതുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലായാൽ, അതിന്റെ പ്രോസസ്സ് നമുക്കറിയാമെങ്കിൽ അത് നമുക്ക് മാജിക് അല്ല. ഇന്ന് നമ്മൾ എയ്റോപ്ലെയിനിൽ കയറുന്നു, റേഡിയോ കേൾക്കുന്നു, TV കാണുന്നു. പക്ഷെ 150 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾക്ക് ഇതൊക്കെ മാജിക് ആയിരുന്നു. അതുപോലെയാണ് നമ്മുടെ മനസ്സിന്റെ ശക്തിയും. അത് നമുക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ മാജിക് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ അദൃശ്യ ശക്തിയെ കുറിച്ചാണ് അടുത്തതായി പറയുന്നത്. നിങ്ങളുടെ വിരൽ ഉയർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, പെട്ടെന്ന് അത് ഉയരുന്നു. ആ അദൃശ്യ ശക്തി നിങ്ങളുടെ മനസ്സിന്റെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് വിരൽ ഉയരുന്നത് എന്ന് നമുക്കറിയാമോ? ഇല്ല. സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വെറുതെ ഒരു വിരൽ ഉയർത്തുമ്പോൾ പോലും ഏറ്റവും ദൂരെയുള്ള നക്ഷത്രങ്ങൾ പോലും അത് മനസ്സിലാക്കുമെന്ന്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ മാജിക് പവർ ഉണ്ട്. നമ്മൾ അതിനെ ആ പേരിൽ വിളിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഈ ശക്തിയാണ് സ്പിരിറ്റ്, ദൈവം, അനന്തമായ ബുദ്ധി. ഇത് നമ്മൾ കാണുന്നില്ല, പക്ഷെ സന്തോഷത്തിന്റെ സ്പിരിറ്റ്, സംഗീതത്തിന്റെ സ്പിരിറ്റ്, നന്മയുടെ സ്പിരിറ്റ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലൂടെയും ഹൃദയത്തിലൂടെയും ഒഴുകുന്നുണ്ട്. ഈ അനന്തമായ ശക്തിയുമായി നിങ്ങൾക്ക് ട്യൂൺ ചെയ്യാം, നിങ്ങളുടെ മുഴുവൻ ജീവിതവും മാറ്റാം. ഡോക്ടർ ജോസഫ് മർഫി ലോകം മുഴുവൻ സഞ്ചരിച്ചപ്പോൾ കണ്ടത് ഈ ശക്തിയുമായി ബന്ധപ്പെട്ട് ജീവിതം മാറിയ ഒരുപാട് ആളുകളെയാണ്. ഡോക്ടർ മർഫി പറയുന്നു, ഈ പുസ്തകത്തിലെ ടെക്നിക്കുകൾ ഫോളോ ചെയ്താൽ ഈ ഉള്ളിലെ ശക്തിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, നിങ്ങളെ സമ്പന്നനാക്കാം, ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ വെളിപ്പെടുത്താം, രോഗത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും നിങ്ങളെ ഉയർത്താം. അതിന് അദ്ദേഹം കുറച്ച് ഉദാഹരണങ്ങൾ ചാപ്റ്റർ 1 പറയുന്നുണ്ട്. പരീക്ഷ ജയിക്കാൻ ടെലിസൈക്കിക്സ് ഉപയോഗിച്ച കോളേജ് വിദ്യാർത്ഥിയെ കുറിച്ചാണ് അടുത്തതായി പറയുന്നത്. ഒരു വിദ്യാർത്ഥി മാർക്ക് കുറവായതിന്റെ പേരിൽ വിഷമിച്ചിരുന്നു. സഹോദരി നല്ല മാർക്ക് വാങ്ങുന്നു എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ കുറ്റപ്പെടുത്തുന്നു. ഡോക്ടർ മർഫി അവനോട് പറഞ്ഞു, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തൂ, ഓരോരുത്തരും വ്യത്യസ്തരാണ്. നിന്റെ ഉള്ളിലെ അനന്തമായ ബുദ്ധി ഉപയോഗിക്കൂ, നീ ജയിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. അവൻ എങ്ങനെയാണ് മനസ്സിനെ ട്യൂൺ ചെയ്തതെന്ന് വെച്ചാൽ, അവൻ ഓരോ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ചിന്തിച്ചു, എന്റെ സഹോദരിക്കും ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഞാൻ വിജയം നേരുന്നു. അനന്തമായ ബുദ്ധി എന്റെ പഠനത്തിൽ എന്നെ നയിക്കുന്നു. എന്റെ അവബോധ മനസ്സിന് പൂർണ്ണമായ ഓർമ്മശക്തിയുണ്ട്. ഞാൻ എല്ലാ പരീക്ഷകളും ദൈവിക ക്രമത്തിൽ ജയിക്കുന്നു. ഞാൻ സമാധാനത്തോടെ ഉറങ്ങുന്നു, സന്തോഷത്തോടെ ഉണരുന്നു. കുറച്ചാഴ്ചകൾക്കുള്ളിൽ അവൻ പറഞ്ഞു, ഞാൻ ഇനി ആരുമായി മത്സരിക്കുന്നില്ല, എനിക്ക് കഴിയുമെന്ന് എനിക്കറിയാം. ടെലിസൈക്കിക്സ് ഉപയോഗിച്ച നഴ്സിനെ കുറിച്ചാണ് അടുത്തതായി പറയുന്നത്. ഒരു നഴ്സ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷെ യാത്രയുടെ തലേന്ന് അവൾ ഒരു സ്വപ്നം കണ്ടു. ആ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. അവളുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം പറഞ്ഞു, യാത്ര ക്യാൻസൽ ചെയ്യൂ. അവൾ ഭയന്ന് എഴുന്നേറ്റു. പക്ഷെ ആ നിർദ്ദേശം അനുസരിച്ചു യാത്ര ക്യാൻസൽ ചെയ്തു. പിന്നീട് അറിഞ്ഞത് അവൾ തിരഞ്ഞെടുത്ത വിമാനം ശരിക്കും ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നാണ്. അവളുടെ അവബോധ മനസ്സ് സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ അവളെ രക്ഷിച്ചു. പ്രാർത്ഥനകളുടെ അവൾക്ക് ഉത്തരം കിട്ടി. മാനസിക ചിത്രത്തിന്റെ ശക്തിയെ കുറിച്ചാണ് അടുത്തതായി പറയുന്നത്. നമ്മൾ നമ്മളെ എങ്ങനെ സങ്കല്പിക്കുന്നോ നമ്മൾ അങ്ങനെയാകുന്നു. ഒരു സെയിൽസ് മാനേജർ ഓരോ ദിവസം ഓഫീസിലെ വെള്ള ചുമരിലേക്ക് നോക്കി വർഷാവസാനം വേണ്ട സെയിൽസ് ഫിഗർ മനസ്സിൽ ഇങ്ങനെ ചിത്രീകരിക്കും. പിന്നീട് കമ്പനി പ്രസിഡന്റ് അവനെ അഭിനന്ദിക്കുന്നത് മനസ്സിൽ വിചാരിക്കും. 4 വർഷമായി അവന്റെ സെയിൽസ് അവൻ സങ്കല്പിച്ചതിനേക്കാൾ കൂടുതലാണ്. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ അതിൽ നിക്ഷേപിക്കുന്നത് എന്തും വലുതാക്കുന്നു. നിങ്ങൾ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഓരോ ചിത്രവും, പ്രത്യേകിച്ച് വികാരത്തോടെ സൃഷ്ടിക്കുന്ന ചിത്രം, യാഥാർത്ഥ്യമാകും. മദ്യപാനിയായ ഒരാൾ ജയിലിൽ കിടന്ന് അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുടി നിർത്തുമെന്ന് തീരുമാനമെടുത്തു. പക്ഷെ ജയിലിൽ കിടന്ന അയാൾ ദിവസവും സ്വപ്നം കണ്ടത് കുടിക്കുന്ന സ്വപ്നമായിരുന്നു. അയാൾ ആ മദ്യം കുടിക്കുന്നതിന്റെ ചിത്രം മനസ്സിൽ കണ്ടു. ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവൻ വീണ്ടും കുടിക്കാൻ തുടങ്ങി. നമ്മൾ സൃഷ്ടിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ അയാൾക്ക് പറ്റിയ അബദ്ധം എന്തായിരുന്നെന്ന് വെച്ചാൽ, കുടി നിർത്തുവാൻ അയാൾ തീരുമാനിച്ചു. പക്ഷെ അയാൾ കൊടുത്ത ചിത്രം മദ്യക്കുപ്പിയുടേതായിരുന്നു മനസ്സിന് കൊടുത്തത്.
മനസ്സിന് കൊടുക്കുന്ന ചിത്രം എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കണം. അത് നമ്മുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ചിത്രമായിരിക്കണം നമ്മൾ മനസ്സിന് കൊടുക്കേണ്ടത്. അതായത് നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാനാണെങ്കിൽ അതിന് കൊടുക്കേണ്ടത് പോസിറ്റീവ് പിക്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഉയർന്ന സെൽഫുമായി ബന്ധപ്പെടാം. മനസ്സ് ശാന്തമാക്കുക. നിങ്ങൾ വിളിക്കുമ്പോൾ ഉത്തരം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് എഡിസൺ ആണല്ലോ. എഡിസന്റെ പവർ ഹൗസിൽ നിന്നുള്ള ഒരു വയർ നിങ്ങളുടെ റൂമിലുണ്ട്. മെയിൻ വയർ എഡിസന്റേതാണ്. വയറിംഗ് നിങ്ങളുടേതാണ്. നിങ്ങൾ സ്വിച്ച് ഇടുമ്പോൾ വെളിച്ചം കിട്ടുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബോധ മനസ്സ്. ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് ഉള്ളിലെ അനന്തമായ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെടാം. അവിടെ എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന ഒരു ബുദ്ധിയുണ്ട്. അത് നിങ്ങളുടെ വിളിക്ക് ഉത്തരം തരാൻ കാത്തിരിക്കുന്നു. അതായത് ശാന്തമായ മനസ്സിനാണ് ഉത്തരം കിട്ടുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഉത്തരം കിട്ടുന്നത് ശാന്തമായ മനസ്സിനാണ്. അപ്പോൾ ഇതിൽ പറയുന്ന നിങ്ങളുടെ ഉള്ളിലെ മാജിക് പവറിനെ വിശ്വസിക്കൂ, അതിനോട് സംസാരിക്കൂ. നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യും. ഒരു എഴുത്തുകാരൻ തന്റെ ഉള്ളിലെ അത്ഭുത ശക്തി എങ്ങനെ കണ്ടെത്തിയെന്നാണ് അടുത്തതായിട്ട് ഒരു കഥ പറയുന്നത്. ഒരു എഴുത്തുകാരൻ തന്റെ നാടകത്തിലെ നിർമ്മാതാവുമായി വലിയ തർക്കത്തിലായി. പിന്നീട് അദ്ദേഹം മിറക്കിൾ ഓഫ് മൈൻഡ് ഡൈനാമിക്സ് എന്ന പുസ്തകം വായിച്ചതിന് ശേഷം അതിലെ പ്രാർത്ഥനയുടെ രീതികൾ പരീക്ഷിച്ചതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് ചെയ്തത്. വീട്ടിലെത്തി മുറിയിലിരുന്ന് മനസ്സിനെ ശാന്തമാക്കി തന്റെ ഉള്ളിലെ അനന്തമായ ശക്തിയെക്കുറിച്ച് ചിന്തിച്ചു. പിന്നെ ഒരു സാങ്കല്പിക സംഭാഷണം നടത്തി. നിർമ്മാതാവ് തന്റെ മുന്നിൽ നിൽക്കുന്നതായി ഭാവിച്ചു. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, നമുക്കിടയിൽ പൂർണ്ണമായ യോജിപ്പും സമാധാനവും ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവികമായ ശരിയായ പ്രവർത്തനം മാത്രം നടക്കട്ടെ. നിർമ്മാതാവ് മറുപടി പറയുന്നതായും അദ്ദേഹം സങ്കല്പിച്ചു. നമുക്കിടയിൽ പൂർണ്ണ യോജിപ്പുണ്ട്. ദൈവികമായ ശരിയായ പ്രവർത്തനം തന്നെ നിലനിൽക്കുന്നു. അങ്ങനെ ശാന്തമായ മനോഭാവത്തിൽ സൗഹൃദപരമായ കൈക്കൊടുക്കലും സന്തോഷകരമായ പരിഹാരവും അദ്ദേഹം മനസ്സിൽ കണ്ടു. ഇതിന്റെ റിസൾട്ട് ഇങ്ങനെയാണ് ഉണ്ടായത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ക്ലബിൽ വെച്ച് ആ നിർമ്മാതാവ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്റെ തിരക്കഥ വീണ്ടും വായിച്ചു. നീ പറഞ്ഞത് ശരിയാണ്. ഒരാൾക്ക് ശരിയായത് എല്ലാവർക്കും ശരിയാണ്. എഴുത്തുകാരൻ മനസ്സിൽ ഉറപ്പിച്ചത് പുറത്തും സത്യമായി. ഇങ്ങനെയാണ് എഴുത്തുകാരൻ ഈ ടെക്നിക്ക് ഉപയോഗിച്ചത്. അടുത്തതായി ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി കൃത്യമായ ഒരു ഡാറ്റ എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് ലഭ്യമാക്കി കൊടുത്തതെന്നാണ് പറയുന്നത്. ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഡാറ്റ വേണമായിരുന്നു. പ്രൊഫസർ ക്ലാസ്സിൽ പറഞ്ഞു തന്ന വിവരമായിരുന്നു അത്. പക്ഷെ എഴുതാനിരുന്നപ്പോൾ അത് ഓർമ്മ വന്നില്ല. പരിഭ്രാന്തി വേണ്ട എന്ന് അവൻ തീരുമാനിച്ചു. അവൻ ചെയ്തത് ഇതാണ്. അവൻ തന്റെ സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദിച്ചു, എനിക്ക് ആ ഉത്തരം വേണം, നീ അത് എനിക്ക് തരൂ. പിന്നെ അവൻ ആ ചോദ്യത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ പരീക്ഷയുടെ മറ്റു ഭാഗങ്ങൾ എഴുതാൻ തുടങ്ങി. മനസ്സിനെ റിലാക്സ് ചെയ്തു വിട്ടു. സംഭവിച്ചത് എന്താ? അവന്റെ ആഴമുള്ള മനസ്സിൽ, സബ് കോൺഷ്യസ് മനസ്സിൽ ആ ഉത്തരം എപ്പോഴും ഉണ്ടായിരുന്നു. അവൻ വിട്ടുകൊടുത്തപ്പോൾ ആ ഒരു അറിവ് അവന്റെ ബോധ മനസ്സിലേക്ക് ഒഴുകി വന്നു. ഉത്തരം അവന് കിട്ടി. പരീക്ഷ പാസ്സായി. നമ്മൾ പഠിക്കുന്നതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. നമ്മൾ പേടിച്ച് ബലം പ്രയോഗിച്ച് ഓർക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് ബ്ലോക്ക് ആകും. പക്ഷെ ശാന്തമായി വിശ്വാസത്തോടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദിച്ച് പിന്നെ കാര്യം വിട്ടുകൊടുത്താൽ ഉത്തരം തനിയെ വരും. ക്യാഷ് രജിസ്റ്റർ കണ്ടുപിടിച്ച കഥയാണ് അടുത്തതായി ജോസഫ് മർഫി പറയുന്നത്. ക്യാഷ് രജിസ്റ്റർ കണ്ടുപിടിച്ച ആൾക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വളരെ ബുദ്ധിമാനും നിരീക്ഷണ ശക്തിയുള്ള ആളുമായിരുന്നു. ഒരിക്കൽ കപ്പലിൽ പോകുമ്പോൾ കപ്പലിന്റെ വേഗം രേഖപ്പെടുത്തുന്ന ലോഗ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അയാൾ ഓഫീസറോട് ചോദിച്ചു. ഓഫീസർ വിശദീകരിച്ചു കൊടുത്തപ്പോൾ പെട്ടെന്ന് അയാൾക്ക് ഒരു ആശയം കിട്ടി. ക്യാഷ് രജിസ്റ്ററിന്റെ ആശയം. ഈ ക്യാഷ് രജിസ്റ്റർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പണമിടപാടിൽ എപ്പോഴും കണക്ക് തെറ്റാറുണ്ടായിരുന്നു. ആളുകൾ പലപ്പോഴും തെറ്റായി മോഷണക്കുറ്റം ചുമത്തപ്പെടും. യഥാർത്ഥ മോഷ്ടാക്കൾ പിടിക്കപ്പെടില്ല. അപ്പോൾ കപ്പലിന്റെ ലോഗ് പോലെ ഒരു ഇടപാടും രേഖപ്പെടുത്തുന്ന ഒരു ഉപകരണം ഉണ്ടാക്കിയാൽ ഈ പ്രശ്നം തീരുമെന്ന് ഈ ആൾക്ക് തോന്നി. ആ പ്രചോദനത്തിൽ നിന്നാണ് ക്യാഷ് രജിസ്റ്റർ പിറന്നത്. ഇതാണ് ടെലിസൈക്കിക്സ് അഥവാ പ്രചോദനം. നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിനോട് സർഗാത്മകമായ ആശയങ്ങൾ ചോദിക്കൂ. കോടികൾ വിലയുള്ള ഒരു ആശയം പോലും നിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരും. അടുത്തത് ജോസഫ് മർഫി ടെലിസൈക്കിക്സ് ദിവസം എങ്ങനെ പരിശീലിക്കാം എന്നാണ് പറഞ്ഞു തരുന്നത്. 3 സ്റ്റെപ്പായിട്ടാണ് ഇത് പറയുന്നത്. 1, ശാന്തമായിരിക്കൂ. മനസ്സിനെ ഒന്ന് ശാന്തമാക്കൂ, റിലാക്സ് ചെയ്യൂ. 2, വിശ്വസിക്കൂ എന്നാണ് പറയുന്നത്. നീ വിളിക്കുമ്പോൾ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിക്കൂ. നിന്റെ വിളിക്ക് അനുസരിച്ചായിരിക്കും മറുപടി. അതിനുശേഷം ഉള്ളിലെ ഇൻഫിനിറ്റ് പവറുമായി കണക്ട് ചെയ്യൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തതായി ചാപ്റ്റർ 1 നമ്മൾ ഓർത്തിരിക്കേണ്ട 8 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 1, ടെലിസൈക്കിക്സ് എന്നാൽ നിന്റെ മനസ്സ് അഥവാ സൈക്കോമായുള്ള ആശയവിനിമയമാണ്. നിന്റെ സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് നിന്റെ ഉള്ളിലെ ആത്മാവ് സർവജ്ഞനാണ്.
നീ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ നിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഉത്തരം തരും. 2. മാജിക് എന്നാൽ അറിയാത്ത ശക്തികളാൽ ഫലം ഉണ്ടാക്കുന്നതാണ് മാജിക്. വൈദ്യുതി എന്താണെന്ന് ശാസ്ത്രജ്ഞർക്ക് പോലും പൂർണ്ണമായി അറിയില്ല, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? അതുപോലെയാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തിയും. 3. പോയിന്റ്, നിന്റെ ഉള്ളിലെ ശക്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, മറഞ്ഞിരിക്കുന്ന കഴിവുകൾ വെളിപ്പെടുത്താൻ, സന്തോഷത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നിന്നെ നയിക്കാൻ പ്രാപ്തമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 4. മറ്റുള്ളവരുമായി താരതമ്യം വേണ്ട. മറ്റുള്ളവരുമായി നിന്നെ താരതമ്യം ചെയ്യരുത്. നീ യുണീക്കാണ്. മറ്റുള്ളവരെ ചെറുതാക്കി നീ വലുതാകുവാൻ നോക്കരുത്. സ്നേഹത്തിന്റെ നിയമം പാലിക്കുക എന്നാണ് ജോസഫ് മർഫി പറയുന്നത്. 5. പരീക്ഷയ്ക്ക് പേടി വേണ്ട. മറ്റു സ്റ്റുഡൻസിനെ നോക്കി ടെൻഷൻ അടിക്കരുത്. രാവിലെയും രാത്രിയും ഇങ്ങനെ പറയൂ: അനന്തമായ ബുദ്ധി എന്റെ പഠനത്തിലും എന്റെ പരീക്ഷയിലും എന്നെ നയിക്കുന്നു. 6. നിന്റെ മനസ്സ് എന്തിൽ ഫോക്കസ് ചെയ്യുന്നോ അത് വർദ്ധിക്കും. ഒരു സെയിൽസ് മാനേജർ വർഷാവസാനം ഒരു ഫിനാൻഷ്യൽ ഫിഗർ മനസ്സിൽ കണ്ടു, ആവർത്തിച്ച് ചിന്തിച്ചു. 4 വർഷം കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് അത് പല മടങ്ങായി തിരിച്ചു കൊടുത്തു. നീ ഏതിൽ ശ്രദ്ധ കൊടുക്കുന്നുവോ അത് വളരും. 7. നീ കാണുന്ന ചിത്രം സത്യമാകും. മദ്യപാനിയായ ഒരാൾ സ്വയം മദ്യപിക്കുന്നത് മനസ്സിൽ കണ്ടു, ആ ചിത്രം അവനെ കുടിപ്പിച്ചു. നീ ഇമോഷണലായി കാണുന്ന ചിത്രം, അത് നല്ലതായാലും ചീത്തതായാലും അത് സത്യമാകും. അതുകൊണ്ട് എപ്പോഴും നല്ലത്, സത്യമായത് മാത്രം സങ്കല്പിക്കൂ. 8. മറ്റുള്ളവരുമായുള്ള പ്രശ്നം പരിഹരിക്കാം. ആരുമായെങ്കിലും തെറ്റിദ്ധാരണയുണ്ടോ? അവരുമായി മനസ്സിൽ സാങ്കല്പിക സംഭാഷണം നടത്തൂ. സ്നേഹം, സമാധാനം, ദൈവിക ധാരണ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കൂ. സന്തോഷകരമായ അവസാനം സങ്കല്പിക്കൂ. അപ്പോൾ ഇന്നു മുതൽ നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിനോട് സംസാരിക്കാൻ തുടങ്ങൂ. ശാന്തമാകൂ, വിശ്വസിക്കൂ, നല്ല ചിത്രങ്ങൾ കാണൂ, ഉത്തരം വരും, നിന്റെ ജീവിതം മാറും. ചാപ്റ്റർ 2 സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.